ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ്? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്യാവശ്യം ഒരു തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ ഏത് മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഏതൊരു എനർജിയിലാണ് നിൽക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെയും അതുപോലെ നിങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. മേക്ക് ദ ചേഞ്ച് എന്നാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്പർ 7 ആണ്. ഭയങ്കരമായിട്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് മുന്നിൽ നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ കുറച്ച് ബുദ്ധിമുട്ടിയായാലും വേണ്ടില്ല, പുതിയൊരു തുടക്കത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പേഴ്സണ് ഒരു മാറ്റം വേണമെന്ന് ഈ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായാലും അവനവൻ വിചാരിക്കണം, അല്ലേ? അവനവൻ വിചാരിക്കണം, അവനവന് ഒരു മാറ്റം വേണമെന്ന് അവനവൻ വിചാരിക്കണം. എന്നാൽ മാത്രമാണ് സ്വന്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. അപ്പൊ എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ സോൾ കോൺട്രാക്റ്റ് ആണ്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗെറ്റൻ ആണ്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ തെറ്റുകൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു സോളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ പഠിക്കണം, ഒരുപാട് എന്താ പറയാ, ഒരുപാട് അനുഭവങ്ങളിലൂടെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഒരുപക്ഷെ തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ടാകാം, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള പാഠങ്ങളാണ് ഈ പേഴ്സൺ പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ സ്നേഹം ആത്മാർത്ഥമായിട്ട് കാണിച്ചു, പക്ഷെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു കാണിക്കുന്ന കാര്യത്തിൽ തെറ്റിപ്പോയി, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു തന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഈ പേഴ്സണ് വലിയ രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള സോളുകൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്കും വന്നു ചേരുക എന്ന് പറയുന്നത് അതൊരു കോൺട്രാക്റ്റ് ആണെന്നും അതൊരു ദൈവ നിയോഗമാണെന്നും അതിലൂടെ ഒരുപാട് പാഠങ്ങളും സ്നേഹം എന്താണെന്നും ഒക്കെ പഠിക്കാനുള്ള ഒരു ബന്ധം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളെ ഇപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സന് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനമായിരിക്കും ഉണ്ടാവുന്നത്.
അത്രയും ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെയൊക്കെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്വപ്നത്തിലെങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സന്റെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ പോലും ഈ പേഴ്സന് അത്രയും സമാധാനം ലഭിക്കും എന്നുള്ള ഒരു നിലയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ ആ ഒരു എനർജിക്കും ഈ പേഴ്സൺ അത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ ആണെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ വെറും ഒരു സ്ത്രീയല്ല, നിങ്ങൾ വെറും ഒരു കാമുകി മാത്രമല്ല, നല്ലൊരു ഭാര്യയായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമാണ് ഈ പേഴ്സൺ കാണുന്നത്. പ്രൈസ് ചെയ്താണ് കാണുന്നത്, നിങ്ങൾ അത്രയും ഉയർത്തിയാണ് കാണുന്നത്. നേരെ തിരിച്ച് പുരുഷനാണെങ്കിൽ നിങ്ങൾ അത്രയും പ്രാധാന്യമുള്ള ഒരു അച്ഛന്റെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സ്നേഹം, ഒരു കാമുകന്റെ പ്രൊട്ടക്ഷൻ, ഭർത്താവിന്റെ സ്നേഹം എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ പക്ക നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടാണ് നിങ്ങളെ നോക്കി കാണുന്നത്. അതുപോലെ ആ ഒരു മിറാക്കിൾസിന് വേണ്ടിയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം അത്ഭുതങ്ങൾ നടക്കണമെന്നും എത്രയും പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കല്യാണം ഒന്ന് നടന്ന് കിട്ടണമെന്നും എത്രയും പെട്ടെന്ന് ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു എന്തെങ്കിലും ഒരു അത്ഭുതമൊക്കെ നടന്ന് ഒന്നിക്കാൻ കഴിയണം എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഡോർ ടു വാല്യൂ ആണ്. ഈ പേഴ്സണ് വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളോടും അട്രാക്ഷൻ തോന്നുന്ന ഒരു ടൈമായിട്ടും കൂടി കാണിക്കുന്നു. അതായത് യാതൊരു തരത്തിലും ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തെ തന്നെ വളരെ മടുപ്പോടു കൂടിയും മടിയോടു കൂടിയും നോക്കി കണ്ടുകൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ ജീവിതത്തെ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അതെല്ലാം താൻ കൊണ്ടുവന്നിരിക്കും എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പുതിയ ജോലി നോക്കുന്നതാകാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്താൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നതാകാം. എന്തുകൊണ്ടോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു ആക്ഷൻ എന്താണ്? ഈ റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റർ ആയിട്ടാണ്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പേഴ്സണും ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫാമിലിയിൽ ചിലപ്പോൾ പാരൻസിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ മറികടന്നുകൊണ്ട് ഈ പേഴ്സൺ ഒരുപക്ഷെ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം. അതായത് ഈ പേഴ്സൺ മാത്രമല്ല, ഈ പേഴ്സന്റെ ഫാമിലിയിലുള്ള വേറെ ആൾക്കാരും ഒക്കെ അവരുടെ വിശ്വാസം എന്താണോ, അവരുടെ രീതി എന്താണോ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് സന്തോഷം കണ്ടെത്താനാവില്ല. എൻ്റെ രീതി എന്താണോ, എൻ്റെ വിശ്വാസം എന്താണോ, എൻ്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പറന്നുയരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ, ഈ പേഴ്സന്റെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ ഇന്നേ വരെ ലവ് മാരേജ് ഉണ്ടായിട്ടില്ലായിരിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ. ഇപ്പോൾ ഈ പേഴ്സന്റെ ലൈഫിലോ അറിയപ്പെടുന്ന ഫാമിലിയിലോ ആരിലും ആര് വഴിയും ചിലപ്പോൾ ഒരു ലവ് മാരേജ് ഉണ്ടായിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം ആദ്യമായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നതും ഒരു ലവ് മാരേജിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എതിർപ്പുകൾ ഉണ്ടാകും, അവിടെ പറ്റില്ല എന്നുള്ള അഭിപ്രായങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം. പക്ഷേ ഈ പേഴ്സൺ അത് അവർക്കാണ് ഇത്രയും കാലം ഈ പേഴ്സൺ പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ഇനി അങ്ങനെ താൻ കൊടുക്കാൻ തയ്യാറല്ല. തൻ്റെ ഫ്രീഡമാണ് വേണ്ടത്,
തൻ്റെ ജീവിതത്തിന് സന്തോഷം താനാണ് കൊണ്ടുതരേണ്ടത് എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുപോലെ ദ ഓവറോൾ എനർജി ഇസ് ദ കമ്മിറ്റ്മെന്റ് ആണ്. അതായത് ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ, അതായത് ഒരു കോൺട്രാക്ട് കരാറിലേക്ക് പോകാൻ, അത് നിയമപരമായിട്ടും ഒക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കമ്മിറ്റ്മെന്റ് ഉറപ്പാണ്. കാരണം അത് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനായിട്ട് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ടോക്സിസിറ്റി ആണ്. ടോക്സിക് റിലേഷൻഷിപ്പ് ക്യാൻ ഡ്രെയിൻ യുവർ എനർജി ആൻഡ് സെൽഫ് വർത്ത്, ബി അവെയർ ആണ്. അതായത് നിങ്ങളുമായിട്ട് മര്യാദക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ചില തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളെയും ഈ പേഴ്സണെയും അകറ്റി മാറ്റാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരു വ്യക്തി വന്നതായിരിക്കാം. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പിന്നീട് അത് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുകയും നെഗറ്റീവ് ആണ് എന്നറിയുകയും അതിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നാണ്. അതായത് കുറച്ച് കാലഘട്ടത്തേക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കളഞ്ഞു പോയതുപോലെ ആയിരുന്നു. അതായത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ പേഴ്സ് ആയിരിക്കാം. പേഴ്സ് നിറയെ പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളൊരു അമ്പലപ്പറമ്പിൽ പോയി കാണാണ്ടായി, പേഴ്സ് കാണാണ്ടായി. പക്ഷെ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കിട്ടി. അതായത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് കുറച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. പക്ഷെ ഏതോ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി, ഏതോ ഒരു സമയത്ത് ഇല്ലാണ്ടായി പോയി, കളഞ്ഞു പോയി. മനസ്സിലായോ? എന്നിട്ട് വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് റിക്കവറിയാണ്. അതായത് ഒരു പുനരുദ്ധാനം ചെയ്യണം, അല്ലെങ്കിൽ പഴയതുപോലെ പഴയതിനെക്കാട്ടിലും നന്നായിട്ട് ഇതിനെ പുതുക്കിയെടുക്കണം എന്നാണ്, പുതുക്കി രൂപാന്തരപ്പെട്ട് എടുക്കണം എന്നാണ് ഏഞ്ചൽസ് പോലും ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, വൈരാഗ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി വെച്ചിട്ട് കൂടുതൽ ശക്തിയേറി മുന്നോട്ട് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ പേഴ്സണും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പൂയം നാള് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂര്, ഇയർ, എനിമീസ്, നേവി, ആയില്യം, വിശാഖം, ലെറ്റർ എൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ബൈ.